അവസാനം നമ്മുടെ ടിനി ടോം മാപ്പുമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കറിയാം ടിനി ടോം മാപ്പ് പറയുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ എന്തോ പറഞ്ഞിട്ട് അതിന് മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപിയെ വിളിച്ചു എന്തോ പറഞ്ഞിട്ട് സുരേഷ് ഗോപിയോട് മാപ്പ് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രേക്ഷകനെ വിളിച്ചെന്തോ പറഞ്ഞപ്പോൾ പ്രേക്ഷകനോട് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് മാപ്പ് പറഞ്ഞു. ഇപ്പോൾ അവസാനമായിട്ട് പ്രേം നസീർ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ പറ്റിയിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു അത്ഭുതമാണ് പ്രേം നസീർ എന്ന് പറയുന്ന മഹാനടൻ. അദ്ദേഹത്തെ പറ്റിയിട്ട് വായിക്ക് തോന്നുന്നത് കോതക്ക പാട്ട് എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ വിടുവായിത്തരം, അതായത് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഈ ആറാട്ടണ്ണൻ്റെ ഒക്കെ ലെവലിൽ പോയി എന്നുള്ളതാണ്. അങ്ങനെ വിടുവായിത്തരം പറഞ്ഞു. അവസാനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും പഞ്ഞിക്കിട്ടപ്പോഴും ഇന്ന് പറയുന്നത് എന്താണ്? മാപ്പ് മാപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മണിയമ്പിള്ള രാജുവാണ് എന്നെ ചതിച്ചത്, മണിയമ്പിള്ള രാജുവാണ് ഇത് ഏതൊരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ മണിയമ്പിള്ള രാജു പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും മണിയമ്പിള്ള രാജു കൈയൊഴിഞ്ഞു. അതിനുശേഷമാണ് ഈ വിദ്വാൻ വന്നിട്ട് ഇപ്പോഴും മാപ്പ് പറയുന്നത്. അത് ഞങ്ങൾക്കറിയാം. കാരണം മാപ്പ് ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക കൂടപ്പറപ്പിനെ പോലെയാണ്. എന്ത് കാര്യത്തിനും ഇദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറയുക. കാരണം അത് കഴിഞ്ഞതിന് ശേഷം മാപ്പ് പറയും. അതാണ് നമ്മുടെ ടിനി ടോം അണ്ണൻ എന്ന് പറയുന്നത്. ഒരു നിലപാടോ ഒരു ഇതോ ഇല്ലാത്ത ഒരു വ്യക്തി എവിടെയെങ്കിലും പോയിട്ട് 10 പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ ലൈക്കും ഷെയറും കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ടിനി ടോം അണ്ണൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തോ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്തോ ആണെന്ന് പറയുന്നുണ്ട്. അമ്മയിലോ മായിലോ അങ്ങനെ എന്തോ ഒരു ഇതാണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള വിടുവായന്മാർക്കൊന്നും കയറിയിരിക്കാൻ വേണ്ടി പറ്റിയ സ്ഥലമല്ല ഇത്. ഒരു നിലപാടുമില്ലാതെ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പ്രേം നസീർ ആരാണ് ശരിക്ക്? ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികളോട് പ്രേം നസീറിനെ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് പറയും. അതായത് മനുഷ്യൻ്റെയും അത് മനുഷ്യ സ്നേഹത്തിൻ്റെ തന്നെ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഉറവിടമാണ് നമ്മുടെ പ്രേം നസീർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹമാണ് സിനിമയില്ലാതെ കരഞ്ഞു പോലും. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ചിരി വന്നത്. അദ്ദേഹം പാലങ്കേ നായരുടെയും അതുപോലെ തന്നെ മറ്റേ അടൂർ വാസിയുടെയും ബഹദൂറിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് കരച്ചിലോട് കരച്ചിലാവൂലും അയ്യോ എനിക്കൊരു സിനിമയില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തൊരു ഊളത്തരമാണ് ഇവൻ പറയുന്നത്. ഒരു മനുഷ്യനാണോ ഇവരൊക്കെ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ പറയാൻ പാടുണ്ടോ? ഇനി എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഫെയിം ആകണം, അല്ലെങ്കിൽ 4 ആൾ അറിയണം. ഇപ്പോഴാണെങ്കിൽ സിനിമയൊക്കെ കുറവാണ്, ഈ TV എന്നുള്ള വിടുവായിത്തരം മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയാമെന്നാണോ? മമ്മൂക്ക ഒഴിവാക്കിയതാണ്. കുറേ നാൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ എർത്തായിട്ട് ഇങ്ങനെ കൂടിയതാണ്. അങ്ങനെ മമ്മൂക്ക എർത്തായിട്ട് കൂടുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കഥാപാത്രങ്ങളൊക്കെ ഞാനാണ് അഭിനയിച്ചത് എന്നുള്ളൊരു ക്രെഡിറ്റ് വരുത്താൻ വേണ്ടിയിട്ട് മമ്മൂക്ക ഡബിൾ റോളിൽ അഭിനയിക്കുന്ന സംഭവമില്ലേ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ തല മാത്രമേ ഉള്ളൂ, ഞാനാണ് അഭിനയിച്ചത് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി അങ്ങ് താറടിക്കാൻ നോക്കി. അതോടുകൂടിയിട്ട് മമ്മൂട്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരുത്തെ പിടിച്ചിട്ട്, അതായത് പിടിച്ചിട്ട് അങ്ങ് തള്ളി അങ്ങ് വിട്ടു. അതായത് നീ ഇനി ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം തന്നെ അവനെ മമ്മൂട്ടിൻ്റെ വേറൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഒരു സിനിമയിലെ ഒരു എന്താ പറയേണ്ട ഒരു നല്ലൊരു കഥാപാത്രം ഈയിടെ അഭിനയിച്ച ആ ഒരു കഥാപാത്രമായിട്ടൊരു സ്റ്റേജിൽ വന്നു. വളരെ മോശമായിട്ടുള്ള അഭിനയമാണെന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞു. അതായത് മമ്മൂട്ടിയുടെ അഭിനയം മുഴുവൻ എൻ്റേതാണ്, ഞാനാണ് അഭിനയിക്കുന്നത്, പല സിനിമകളിലും മമ്മൂട്ടി ഡബിൾ റോള് ചെയ്യുമ്പോഴും ഞാനാണ് അഭിനയിക്കുന്നത് എന്ന് വിടുവായിത്തരം പറഞ്ഞു. അങ്ങനെ മമ്മൂക്കയ്ക്കും ദേഷ്യമായി. ഏതായാലും എല്ലാ നടന്മാരെയും തകർക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് മാത്രവുമല്ല മണിയടിയുടെ വീരനാണ്. ആരെ വേണമെങ്കിലും മണിയടിക്കും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിനെ മണിയടിച്ചിട്ടാണ് നിൽക്കുന്നത്. സുരേഷ് ഗോപിനെ മണിയടിച്ചിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് ചോദിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മണിയടിക്കും. എന്താണ് അധികം പറയുന്നത്? നമ്മുടെ ബിജുക്കൂട്ടനെ സിനിമയിൽ കൊണ്ടുവന്നത് ഞാനാന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞാണ്. പിന്നെ ബിജുക്കൂട്ടനെ സിനിമയിൽ കൊണ്ടുവരാൻ ഇവന്റെ ശുപാർശ വേണം. ഇവൻ തന്നെ അന്ന് സിനിമാ താരമായിട്ടില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ ബിജുക്കൂട്ടൻ മറ്റേ പിന്നെ നമ്മുടെ മമ്മൂക്കാന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ടിനി ടോം എന്ന് പറയുന്നത് ഇങ്ങനെ ഡാൻസും കളിച്ച് നടക്കുകയാണ്. അതായത് വിനയന്റെ ഏതോ ഒരു പടത്തിൽ ഒരു ചെറിയൊരു റോളിൽ വന്നു എന്നല്ലാതെ ഈ ടിനി ടോമിന് ഒരു ഇതുമില്ല സിനിമയുമായിട്ട്. അതുമാത്രവുമല്ല നേരെ ചൊവ്വേ മിമിക്രി അവതരിപ്പിക്കാൻ അറിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ള അഭിനയമില്ല. ആകെയുള്ളത് കുറച്ച് സൗണ്ട് മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെക്കമെൻഡാണ്. ഏതൊരു മിമിക്രിക്കാരൻ പറയുന്നുണ്ട്, അതായത് പണ്ട് ദിലീപിനെയോ ആരെയോ കൊണ്ടുപോകേണ്ട ഒരു ഷോയ്ക്ക് റെക്കമെൻഡ് കൊണ്ട്, അതായത് അമേരിക്കയിൽ നിന്ന് റെക്കമെൻഡ് വന്നിരിക്കുന്നു ടിനി ടോമിനെ കൊണ്ടുപോയാൽ മതി എന്ന്. അങ്ങനെ ടിനി ടോമിനെ കൊണ്ടുപോകേണ്ടി വന്ന ഒരു ഗതികേടുണ്ടായി എന്നൊരു മിമിക്രിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു മനുഷ്യനാണ് ഇവിടെ നമ്മുടെ നസീർ സാറിനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ, അതാണ് ഇത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇയാൾ സത്യനെ പറ്റിയിട്ട് പറയും. സത്യൻ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയും. ഒരു കണക്കിന് ഇയാൾ പറയായിരുന്നു ഈ നസീർ സാർ എൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്, അല്ലെങ്കിൽ നസീർ സാർ അന്ന് കണ്ണുനീര് തുടച്ചത് ഈ ഒരു ടവലാണ് എന്നൊക്കെ പറയുമായിരുന്നു. അതുപോലെ ബടായിത്തരം വിടുമെന്നുള്ളതാണ്. ഈ ചില നടന്മാർക്കൊക്കെ ഇങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ സിനിമയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഊളത്തരമായിട്ട് വന്നു
കഴിഞ്ഞാൽ കുറച്ചു കാലം ഇങ്ങനെ എയറിൽ നിൽക്കുമല്ലോ. അപ്പോൾ അറിയാലോ ടിനി ടോം എന്ന് പറയുന്ന നടനുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയോട് മാപ്പ് പറഞ്ഞു, മറ്റവരോട് മാപ്പ് പറഞ്ഞു. എന്തിനാണ് ഇയാൾ മാപ്പ് പറയുന്നത്? അതായത് ഇയാൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ വിടുവായിത്തരം ഇങ്ങനെ വിളിച്ചു പറയും. അത് കഴിഞ്ഞതിന് ശേഷം മേജർ രവീനെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ കരച്ചിലാണ്. അയ്യോ എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും നസീറിനെ പറയുമ്പോൾ, പ്രേം നസീർ സാറിനെ പറയുമ്പോൾ ഇത്രയും ഒരു പ്രതിഷേധം ഇയാൾ ജീവിതത്തിൽ പോലും, അതായത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അമ്മാതിരി പ്രതിഷേധമാണ്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അലക്കുകയാണ് ചെയ്യുന്നത്. സിനിമാ താരങ്ങളൊക്കെ ഇയാളെ കാണുമ്പോൾ ഇപ്പോൾ പുച്ഛത്തോടു കൂടിയിട്ടാണ് ചിരിക്കുന്നത്. താനെന്ത് മനുഷ്യനാടേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ആശ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, അത്രയും നാണം കെട്ട ഒരു അവസ്ഥയിലാണ്. അതായത് ഈ നാണം കെട്ടിട്ട് ഇന്ന് വൈകുന്നേരമാണ് ലൈവിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് മാപ്പും കോപ്പൊക്കെ പറയുന്നത്. അവൻ്റെ മാപ്പും കോപ്പൊക്കെ ആർക്കാ വേണ്ടത്? അവനറിയില്ല ഇങ്ങനെ കാര്യം പറയരുത്. അതായത് ഈ നസീർ സാറ് ഇങ്ങനെ ചെയ്തു എന്ന് പറയരുത്. അദ്ദേഹം എവിടെയാണ് അങ്ങനെ ചെയ്തത്? നമുക്കൊന്നും അറിയില്ല. അതായത് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അഭിനയിക്കുന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. അയാളാണ് അവസാന നിമിഷത്തിൽ സിനിമയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാടോ വിശ്വസിക്കുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ പറയും, മോഹൻലാലേട്ടനും ഇതുപോലെ പറഞ്ഞു, മമ്മൂട്ടിയേട്ടനും ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ ടിനി ടോം വരും. നിങ്ങൾ കണ്ടോ? പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മരിച്ചവരെ മാത്രമാണ് കൂടുതലും പിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചവർ പിന്നീട് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടൊന്നും പറയില്ല. ആ ഒരു ധൈര്യമാണ് നമ്മളെ ടിനി അണ്ണന് ഉള്ളത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹം ഇനിയിപ്പോൾ നാളെ ആരെ പറ്റിയിട്ടാണ് പറയാന്ന് പറയാൻ പറ്റൂല. ഇദ്ദേഹത്തിന്റെ വിചാരം ഞാനെന്തോ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഞാനാണ് ഈ മലയാള സിനിമ ഭരിക്കുന്നത്, എൻ്റെ കീഴിലാണ് ഈ സംഘടനകളൊക്കെ ഉള്ളത്. ഏതോ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആകുമ്പോഴേക്കും എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ആലപ്പി അഷറഫ് എന്ന് പറയുന്നയാൾ തേച്ചൊട്ടിച്ചിട്ടുണ്ട്. ആലപ്പി അഷറഫ് പിന്നെ ഉള്ള ഒരു വേദിയിൽ ഇദ്ദേഹം ഒരിക്കലും പ്രസംഗിച്ചതാ പോലും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്ന്. എന്ത് ഊളത്തരമാണ് പറയുന്നത്? അതായത് ഒരുത്തൻ ചെയ്ത തെറ്റിന് ഇത്രയും ആൾക്കാർ കൂടെ നിൽക്കുവാന്ന്, അവരുടെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് ഏതോ ഒരുത്തന് വേണ്ടിയിട്ട്. പിന്നെയാണ് അറിയുന്നത് ദിലീപിന് വേണ്ടിയിട്ട് പറഞ്ഞതെന്ന്. അതായത് ദിലീപ് തെറ്റ് ചെയ്തു, ദിലീപിന്റെ കൂടെ നമ്മളെല്ലാവരും നിൽക്കണം എന്നാണ് ഇവൻ പറയുന്നത്. അതായത് ഇവൻ ഏതെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്ന സ്ഥലത്ത് ഇവൻ കൃത്യമായിട്ട് ചാടി വീഴും എന്നുള്ളതാണ്. ഒരുപാട് ഉള്ളത്തരമായി നമ്മുടെ ടിനി ടോം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ പറയേണ്ടത്, ഒരു ലൈഫ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി ഇയാൾ ഇപ്പോഴും പ്രോഗ്രാമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഒഴിവാക്കി കുറച്ച് ദിവസത്തേക്കെങ്കിലും മാറ്റി നിർത്തണം. അതായത് മലയാള സിനിമയുടെ ഒരു പ്രമുഖനായ, നമ്മുടെ എല്ലാം എന്താ പറയുക സ്നേഹത്തിന്റെ നിർഗുണമായ, അതായത് നസീർ സാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സിനിമ പൊളിഞ്ഞു കഴിഞ്ഞാൽ ആ നിർമ്മാതാവിനോട് പറയും, അടുത്ത സിനിമ നീ പ്ലാൻ ചെയ്തോളൂ, എനിക്കൊരു രൂപ വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി. നമ്മുടെ ജയൻ എന്ന് പറയുന്ന ഇതിഹാസ നടന്റെ മൃതശരീരം എനിക്കിവിടെ കാണണം, കൊല്ലത്ത് കാണണം എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹി. അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. മകനെ വിളിച്ചു പറയുകയാണ്, അതായത് അവിടെ ജയം മരിച്ചപ്പോഴേ എനിക്കിവിടെ കാണണം, അതിനു വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യണം, അതായത് എത്ര പൈസ വേണമെങ്കിലും നീ ചെലവാക്കിക്കോ എന്ന് മകനോട് പറയുകയാണ്. അങ്ങനെ ആ ഒരു ഇതിലാണ് പിന്നെ നസീർ സാറിന്റെ ഒറ്റ ഇതിലാണ് ജയന്റെ മൃതദേഹം ഇവിടെ കൊല്ലത്ത് എത്തിച്ചത്, അതും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്നാണ് പറയുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മോനെ ടിനി ടോമെ, ഇനിയെങ്കിലും നന്നാകും. നന്ദി, നമസ്കാരം.